വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 മൂന്നാമത്തെ ഗെയിം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ഗെയിമിൽ ഇന്ത്യയുടെ ഗുകേഷ് ഡിങ് ലിറണുമായി പരാജയപ്പെട്ടു. രണ്ടാമത്തെ ഗെയിം ഡ്രോ ആയി. മൂന്നാമത്തെ ഗെയിം ഇതിൽ നമുക്ക് ഒരു റിസൾട്ട് വന്നിരിക്കുകയാണ്. ഗെയിമിലേക്ക് കടക്കാം. എന്ത് സംഭവിച്ചെന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ ഗുകേഷ് വൈറ്റ് പീസുകൾ എടുത്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. പോൺ D4, ക്വീൻസ് പോൺ ഓപ്പണിംഗ്, നൈറ്റ് F6. ഇന്ത്യൻ ഡിഫൻസ് ആണിത്. ഇത് പല വേരിയേഷനിലേക്ക് മാറും. നൈറ്റ് F3, പോൺ D5. ഇവിടെ ക്വീൻസ് ഗാംബിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. പോൺ C4, പോൺ E6. ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈൻഡ്. പോൺ ടേക്സ് പോൺ, പോൺ ടേക്സ് പോൺ. ഗുകേഷ് ഇവിടെ ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈൻഡ് എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് കടന്നിരിക്കുകയാണ്. പോണിനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഗുകേഷിൻ്റെ നൈറ്റ് C3യിലേക്ക് വരുന്നു. പോൺ C6, പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ക്വീൻ C2. ക്വീൻ C2 കളിച്ചത് ഇവിടെ ബിഷപ്പ് F5 വരുന്നത് തടയാൻ വേണ്ടിയാണ്. ബ്ലാക്കിൻ്റെ ഒരു കോമൺ മൂവാണ് ബിഷപ്പ് ഇവിടെ F5ലേക്ക് വരുന്നത്. ഒരു സ്ട്രോങ് ബിഷപ്പായിരിക്കും. ഡിങ് ലിറൺ വീണ്ടും പോൺ G6 കളിച്ചുകൊണ്ട് ബിഷപ്പ് F5 മൂവ് കളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പോൺ H3. എന്തിനായിരിക്കും പോൺ H3 കളിച്ചത്? ബിഷപ്പ് F5ൽ വരികയാണെങ്കിൽ പിന്നീട് ക്യൂവിനെയൊക്കെ മാറ്റിയതിന് ശേഷം പിന്നീട് പോൺ G4 കളിച്ച് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാം. അതിനുള്ള ഒരു മൂവ് കൂടിയാണ് പോൺ H3. ബിഷപ്പ് F5ൽ വന്ന് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ക്വീൻ B3യിലേക്ക് മാറുന്നു. ഈ പോണിൽ അറ്റാക്ക്. ക്വീൻ B6, ഒരു ക്വീൻ എക്സ്ചേഞ്ചിനുള്ള ഓഫർ. എന്നാൽ ഗുകേഷ് ഇവിടെ ഈ ഒരു ക്വീനെ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഗുകേഷ് ഇവിടെ കളിക്കുന്നത് പോൺ G4, ബിഷപ്പിൽ അറ്റാക്ക്. ഇവിടെ ഡിങ് ലിറൺ ഒരു പോണിനെ വിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനായി ആദ്യം ക്വീൻ ടേക്സ് ക്വീൻ, പോൺ ടേക്സ് ക്വീൻ. ക്വീനെ ആദ്യം എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ബിഷപ്പ് C2, ഈ ഒരു പോണിൽ അറ്റാക്ക്. ഈ പോണിനെ ഇപ്പോൾ നെക്സ്റ്റ് മൂവിൽ വെട്ടിമാറ്റാം അല്ലേ? എന്നാൽ അത് അത്ര എളുപ്പമല്ല. ഗെയിമിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം. ആദ്യമായി ഗുകേഷ് ബിഷപ്പ് F4 കളിക്കുന്നു. ബിഷപ്പ് F4 കളിച്ചതോടുകൂടി വേണമെങ്കിൽ ഈ ഒരു പോണിനെ വിൻ ചെയ്യാനും ഗുകേഷിന് സാധിക്കും. എങ്ങനെ? ബിഷപ്പ് ടേക്സ് നൈറ്റ്, റൂക്ക് ടേക്സ് ബിഷപ്പ്. അപ്പോൾ റൂക്ക് ടേക്സ് പോൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ത്രെട്ട് ഉണ്ട്. അതേപോലെ ബിഷപ്പ് ടേക്സ് പോൺ ഒരു ത്രെട്ടാണ് ഇവിടെ ബ്ലാക്ക് വൈറ്റിനെതിരെ. എന്നാൽ ഇപ്പോൾ ഇവിടെ ബിഷപ്പ് ടേക്സ് പോൺ കളിക്കുകയാണെങ്കിൽ, അത് കളിക്കുന്നില്ല ഡിങ് ലിറൺ, അത് കളിക്കുകയാണെങ്കിൽ നൈറ്റ് D2ൽ വന്ന് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യും. ബിഷപ്പ് എങ്ങോട്ട് മാറും? അങ്ങോട്ടേക്ക് മാറിയാൽ ആദ്യം ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യും. അതിനുശേഷം ഈ പോണിനെ വെട്ടിമാറ്റാം. എങ്ങനെ? ഈ പോണിനെ മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പ് കൊണ്ട് അറ്റാക്ക്. ഓക്കെ, ഇനി അതിന് ഡിഫെൻഡ് ചെയ്യാൻ സാധ്യമല്ല. കാരണം നൈറ്റ് ടേക്സ് പോൺ വരും. ഈ പോണ് വെച്ച് ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു നൈറ്റ് സാക്രിഫൈസ് വരും. പിന്നീട് ആ ഒരു പോണ് വെച്ച് നൈറ്റിനെ വെട്ടിയാൽ തന്നെ ഒരു സിമ്പിൾ മൂവ് ബിഷപ്പ് G2, റൂക്കിനെ ട്രാപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നൈറ്റ് വെച്ച് കവർ ചെയ്യാനും സാധ്യമല്ല. കാരണം വീണ്ടും ബിഷപ്പ് കൊണ്ട് നൈറ്റിനെ വെട്ടിക്കൊണ്ട് ചെക്ക് വരും. ചെക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ബിഷപ്പ് ഉപയോഗിച്ച് റൂക്കിനെ വെട്ടാം. അങ്ങനെയുള്ള വേരിയേഷൻസ് ഉള്ളത് കാരണം തന്നെ ഇവിടെ ഈ ഒരു ബിഷപ്പിനെ കൊണ്ട് ഇപ്പോഴും ഈ ഒരു പോണിനെ വെട്ടാൻ സാധ്യമല്ല. ഓക്കെ, അതുകൊണ്ട് ആദ്യമായി പോൺ H5 വരുന്നു. ഈ ഒരു പോണിനെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ശ്രമം. കാരണം ഇവിടെയാണല്ലോ ഈ ഒരു ബിഷപ്പിന് പോകേണ്ടത്. അപ്പോൾ ഗുകേഷ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൂവ് കളിക്കുകയാണ്. റൂക്ക് G1 ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കാരണം എക്സ്ചേഞ്ച് ചെയ്താലും നൈറ്റ് ടേക്സ് പോൺ സാധ്യമല്ല. ഇവിടെ പോൺ ടേക്സ് പോൺ വരുന്നു, പോൺ ടേക്സ് പോൺ വരുന്നു. ഈ പോണിനെ വെട്ടാൻ സാധ്യമല്ല. റൂക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇവിടെ ഡിങ് ലിറൺ നൈറ്റ് D7ലേക്ക് കളിക്കുകയാണ്. ഒരു കാര്യം പറയാനുള്ളത്, ഗുകേഷ് തൻ്റെ നീക്കങ്ങൾ, ഓപ്പണിംഗ് മൂവ്സൊക്കെ വളരെ പെട്ടെന്ന് കളിക്കുമ്പോൾ ഡിങ് ലിറൺ വളരെയേറെ സമയം എടുത്താണ് ഓരോ നീക്കങ്ങൾ നീക്കിക്കൊണ്ട് ഇരുന്നത്.
അതുകൊണ്ട് തന്നെ ഡിംഗ്ലിറൺ പതിയെ പതിയെ ടൈം പ്രഷറിലേക്ക് കടക്കുകയായിരുന്നു. ഗുകേഷിന് വളരെ നല്ല സമയം കൂടുതലുണ്ടായിരുന്നു ഗെയിമിൽ. ഡിംഗ്ലിറൻ്റെ ക്ലോക്ക് വളരെ പിറകിലായിരുന്നു. സമയം വളരെ കുറവായിരുന്നു. ഓക്കെ, നൈറ്റ് തിരിച്ചു വരുന്നു D2ലേക്ക്. ഈ ഒരു സ്ക്വയർ കൂടി കൺട്രോൾ ചെയ്യുന്നു. നേരത്തെ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു, പക്ഷേ ഡിംഗ്ലിറൺ തൻ്റെ ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്ത് നൈറ്റിന് പകരം ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ കൊടുക്കുന്നില്ല. കാരണം ബിഷപ്പ് നൈറ്റിനേക്കാളും ചെറിയ ഒരു നല്ല പീസാണ്, ഒരേ പോയിന്റുകളാണെങ്കിൽ കൂടി. ഓക്കെ, ഇവിടെ റൂക്ക് വരുന്നു. റൂക്ക് G8ലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം നെക്സ്റ്റ് മൂവിൽ, അതായത് ഇവിടെ ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാൻ റൂക്ക് C1 വന്ന് ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ തിരിച്ച് ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്താൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ബിഷപ്പിനെ റൂക്ക് കൊണ്ട് അറ്റാക്ക് ചെയ്താൽ തിരിച്ച് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ബിഷപ്പിനെ വെട്ടിയാൽ തിരിച്ച് പോൺ ടെക്സ് ബിഷപ്പ് വരും. ഇനി അതല്ല, ഈ ഒരു ബിഷപ്പിനെ മാറ്റുകയാണെങ്കിൽ ഈ ബിഷപ്പിനെ എടുത്ത് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും പുറകിലോട്ടേക്ക്. ഓക്കെ, ഇനി അതിന് പകരം ബിഷപ്പ് ടെക്സ് പോൺ കളിച്ചുകൊണ്ടൊരു പോണിനെ വിൻ ചെയ്ത് കളിക്കാൻ സാധിക്കുമോ? ഇല്ല, കാരണം റൂക്ക് ടെക്സ് ബിഷപ്പ് വരും. റൂക്ക് ടെക്സ് ബിഷപ്പ് തിരിച്ച് കളിക്കുകയാണെങ്കിൽ ഈ ഒരു പോണിനെ കൂടി വെട്ടിമാറ്റാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ഈ റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യുന്നത് വൈറ്റിന് നല്ലതല്ല. ഗുകേഷ് കളിക്കുന്നത് ഇവിടെ റൂക്ക് വന്ന് നെക്സ്റ്റ് മൂവിൽ ഈ ഒരു പുഷ് വരും. അത് തടയാൻ വേണ്ടി തൻ്റെ പോണിനെ തന്നെ മുന്നോട്ട് നീക്കുകയാണ്. ഈ ഒരു സ്ക്വയറിലുള്ള കൺട്രോൾ ഒഴിവാക്കിക്കൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ നൈറ്റ് H5 വന്ന് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് തിരിച്ച് H2ലേക്ക് മാറുന്നു. ഇവിടെ ഡിംഗ്ലിറൺ നേരത്തെ കൊണ്ടുവന്ന റൂക്കിൻ്റെ ആ ഒരു ഡ്യൂട്ടി കഴിഞ്ഞു. ഇതിനെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നു. ഇനി തിരിച്ച് ഓപ്പൺ ഫയലിലേക്ക് കളിക്കുകയാണ്. റൂക്ക് തിരിച്ച് H8ലേക്ക് വന്നു. ഗുകേഷ് പോൺ ഇവിടെ F3ലേക്ക് കളിക്കുകയാണ്. കാരണം ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യാണ്. ഇനി എപ്പോൾ വേണമെങ്കിലും പോൺ E4 മൂവ് വരും. ആദ്യമായി ഡിംഗ്ലിറൺ നൈറ്റിനെ തിരിച്ചു വലിക്കുകയാണ്. നൈറ്റ് G7ലേക്ക് മാറുകയാണ്. റൂക്ക് കൊണ്ട് ബിഷപ്പിൽ അറ്റാക്ക്. ബിഷപ്പ് G3ലേക്ക് മാറുന്നു. അപ്പോൾ റൂക്ക് H5. ഇതൊരു നല്ല നീക്കം ആയിരുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഗുകേഷ് പ്രസ് ചെയ്ത് ഇവിടെ ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഡിംഗ്ലിറൺ ഇതിന് പകരം ബിഷപ്പ് E7 ഇതായിരുന്നു കുറച്ചുകൂടി ബെറ്റർ മൂവ്. ഓക്കെ, റൂക്ക് H5 കളിക്കുകയാണ്. പോൺ E4. ഇവിടെ ഈ ഒരു ബിഷപ്പിൻ്റെ റൂട്ട് അവിടെ ബ്ലോക്ക് ചെയ്യാണ്. ബിഷപ്പ് ഏകദേശം ട്രാപ്പ് ആയതുപോലെയാണുള്ളത്, എന്നാൽ അതത്ര എളുപ്പമല്ല. നോക്കാം. ആദ്യം പോൺ ടെക്സ് പോൺ വരുന്നു. 2 പോണുകൾ സെൻറ്ററിൽ. നൈറ്റ് വരുന്നു E6ലേക്ക്. നൈറ്റ് ഇവിടെ ഈ ഒരു പോണിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ ഈ ഒരു പോണിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, റൂക്ക് ഈ ഒരു പോണിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല വിധത്തിൽ പോണുകളിൽ അറ്റാക്ക്. എന്നാൽ ഈ ബിഷപ്പ് ഇവിടെ ട്രാപ്പ് ആവാൻ പോവുകയാണ് അല്ലേ. ആദ്യം വരുന്നു റൂക്ക് C1, ബിഷപ്പിൽ അറ്റാക്ക്. ഈ ഒരു ബിഷപ്പിനെ രക്ഷിക്കാൻ വേണ്ടി നൈറ്റ് ടെക്സ് പോൺ വരികയാണ്. ഇപ്പോൾ ഒരു പ്രശ്നമില്ല അല്ലേ, നൈറ്റ് ബിഷപ്പിനെ ഗാർഡ് ചെയ്യുന്നുണ്ട്. റൂക്ക് ടെക്സ് ബിഷപ്പ് സാധ്യമല്ല. എന്നാൽ ഗുകേഷിൻ്റെ കാൽക്കുലേറ്റഡ് മൂവ്സ് വരികയാണ്. ആദ്യം ബിഷപ്പ് തിരിച്ചു വന്നുകൊണ്ട് ഈ ഒരു നൈറ്റിൽ അറ്റാക്ക്. അതിനുശേഷം ഇവിടെ ബിഷപ്പ് G7 വന്ന് അതിനെ ഗാർഡ് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡിഫൻഡറെ വെട്ടിമാറ്റാൻ സാധ്യമാണോ? ഇവിടെ ബിഷപ്പ് ടെക്സ് നൈറ്റ്. അതിന് പകരം വരുന്നത് ഈ ഒരു നൈറ്റിനെ റിട്രീറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു നൈറ്റിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുകയാണ്. കാരണം എന്താണ്, ഇവിടെ ബിഷപ്പ് ടെക്സ് നൈറ്റ് വന്നു കഴിഞ്ഞാൽ ബിഷപ്പ് ടെക്സ് ബിഷപ്പ് വരും. അപ്പോൾ ഈ ഒരു റൂക്കിനെ കൂടി അത് തിരിച്ച് അറ്റാക്ക് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ബിഷപ്പ് ടെക്സ് നൈറ്റ് കളിക്കുന്നില്ല. ഈ നൈറ്റിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. നൈറ്റ് E2. ഈ ഒരു നൈറ്റിൽ വീണ്ടും പ്രഷർ, അതേപോലെ
റൂക്ക് ടേക്സ് ബിഷപ്പ് മറ്റൊരു ത്രെട്ടാണ്. ഇവിടെ വരുന്നു നൈറ്റ് ടേക്സ് പോൺ. ബിഷപ്പ് എന്തായാലും ട്രാപ്പായെന്ന് മനസ്സിലായി. ഒന്നുകിൽ ഈ ഒരു നൈറ്റിനെ കളയണം, അല്ലെങ്കിൽ ഈ ഒരു ബിഷപ്പിനെ കൊണ്ട് പോണിനെ എടുത്ത് ആ ഒരു ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യണം. സോറി, ഈ ബിഷപ്പിനെ കൊണ്ട് പോണിനെ എടുത്ത് ഒരു പോൺ എക്സ്ട്രാ കിട്ടും. എങ്ങനെയായാലും ഈ ഒരു പോൺ അല്ലെങ്കിൽ ഈ ഒരു പോൺ, ഇവിടെ ഈ ഒരു പോണിനെയാണ് ഡിംഗ്ലിറൻ വെട്ടുന്നത്. കാരണം എന്തായാലും ഒരു പീസ് പോകും. ഒന്നുകിൽ ഈ ഒരു നൈറ്റ് പോകും, അല്ലെങ്കിൽ ഈ ഒരു ബിഷപ്പ് പോകും. റൂക്ക് ടെക്സ് ബിഷപ്പ്. അങ്ങനെ ഫൈനലി ഓപ്പണിങ്ങിൽ തന്നെ വന്ന ഈ ഒരു ബിഷപ്പിനെ റൂക്ക് ഉപയോഗിച്ച് വെട്ടിമാറ്റുകയാണ്. ട്രാപ്പ് ചെയ്തുകൊണ്ട് വെട്ടിമാറ്റുകയാണ്. ഈ ഒരു ബിഷപ്പ് വളരെ അഗ്രസീവായി വന്ന് ഈ ഒരു പോണിനെ വെട്ടിമാറ്റാം എന്ന് വിചാരിച്ച് വന്ന ബിഷപ്പാണ്. കളിയിൽ കുറേ സമയം ആ ഒരു പോണിനെ തൊടാൻ പറ്റിയില്ല. അതിനുശേഷം ഈ ഒരു ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുകയാണ് ഗുകേഷ്. നൈറ്റ് ടേക്സ് നൈറ്റ്, കിങ് ടേക്സ് നൈറ്റ്, നൈറ്റ് E5. ഇവിടെ ഈ ഒരു നൈറ്റ് വരുന്നു, അതേപോലെ ഈ ഒരു പോണിനെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം, അതായത് പിന്നീട് പോൺ പൊസിഷനൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു, നൈറ്റ് സെൻട്രൽ വരുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ബിഷപ്പ് നഷ്ടമായെങ്കിലും അതിന് പകരം 2 പോണുകളെ ഗുകേഷിൻ്റെ വെട്ടിമാറ്റിയിരിക്കുകയാണ് ഡിംഗ്ലിറൻ. നമുക്ക് കാണാം 1, 2, 3 പോണുകളാണ് വൈറ്റിനുള്ളത്. എന്നാൽ ബ്ലാക്കിന് 5 പോണുകളുണ്ട്. എന്നാൽ അത് പോരാ ബ്ലാക്കിന് വൈറ്റിൻ്റെ ഒരു ബിഷപ്പിനെതിരെ, എക്സ്ട്രാ ബിഷപ്പിനെതിരെ പിടിച്ചു നിൽക്കാൻ. കാരണം എല്ലാ പീസുകളും എക്സ്ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ ഒരു ബിഷപ്പ് എക്സ്ട്രാ ഉണ്ടാവും. വൈറ്റിന് അത് 2 പോണുകൾ വെച്ച് അതിനെതിരെ കളിക്കാൻ പ്രയാസമാണ്. ബിഷപ്പ് എന്തായാലും എൻഡ് ഗെയിമിൽ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഗുകേഷിൻ്റെ പോണുകളും പിന്നീട് ക്യൂനായും മാറ്റാൻ പറ്റും ഈ ഒരു എക്സ്ട്രാ ബിഷപ്പ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട്. സോറി, ഇവിടെ നൈറ്റ് E5 വന്നപ്പോൾ നൈറ്റ് D4, അതായത് ഈ ഒരു സ്ക്വയർ ഇവിടെ ഗാർഡ് ചെയ്യുകയാണ്. നൈറ്റ് ഇവിടെ വന്ന് ഫോർക്ക് ചെയ്യുന്നതിന് ആ ഒരു സ്ക്വയർ ഗാർഡ് ചെയ്യാൻ വേണ്ടി നൈറ്റ് D4 വന്നിരിക്കുകയാണ്. റൂക്ക് D8 വന്ന് നൈറ്റിനെ പിൻ ചെയ്യുന്നു. എന്നാൽ അത് ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. ആദ്യം കിങ്ങിനെ മാറ്റുന്നു. ആ ഒരു പിൻ ചെയ്ത ആ ഒരു അറ്റാക്കിൽ നിന്നും ആദ്യം കിങ്ങിനെ മാറ്റുന്നു. റൂക്ക് H2, ഈ ഒരു ബിഷപ്പിനെ പിൻ ചെയ്യുകയാണ്. റൂക്ക് ടെക്സ് നൈറ്റ് ഒരു ത്രെട്ടാണ്. കാരണം ബിഷപ്പ് ടെക്സ് റൂക്ക് സാധ്യമല്ല, പിൻ ചെയ്തിരിക്കുകയാണ്. ആദ്യമായി അതിനെ കവർ ചെയ്യുന്നു. ബിഷപ്പ് G2, എല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. റൂക്ക് ഈ ഒരു ബിഷപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നൈറ്റിനെ ബിഷപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പോൺ A6, പ്രത്യേകിച്ച് കൂടുതൽ നല്ല നീക്കങ്ങളൊന്നും ബ്ലാക്കിന് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പോൺ A6 കളിക്കുകയാണ്. ഈ A6 കളിക്കാൻ തന്നെ കാരണം, ഒന്ന്, ഈ ഒരു പോൺ ഡാർക്ക് സ്ക്വയറിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിഷപ്പിൻ്റെ ഒരു അറ്റാക്ക് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ പ്രത്യേകിച്ച് നല്ല നീക്കങ്ങളൊന്നും ഇവിടെ ബ്ലാക്കിന് കാണാനും ഇല്ല. അതുകൊണ്ട് പതിയെ ചെറിയ നീക്കങ്ങൾ നടത്തിയാണ്. പിന്നെ അതുമാത്രമല്ല, വളരെ കൂടുതൽ ടൈം പ്രഷറിലാണ്. ഏകദേശം ഡിംഗ്ലിറൻ്റെ സമയം ഏകദേശം തീരാറായിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള നീക്കങ്ങൾ വരുന്നത്. ഗുകേഷിന് കൂടുതൽ സമയം ഉണ്ടായിരുന്നു. ഇവിടെ ഗുകേഷ് ഒരു പോൺ മൂവ് നടത്തിയാണ്. അതായത് തിരിച്ച് ഈ ഒരു ബിഷപ്പിൻ്റെ അറ്റാക്കിൽ നിന്നും ആദ്യം മാറ്റുന്നു. അതേപോലെ ഈ നൈറ്റിൻ്റെ ഒരു സ്ക്വയർ കൂടി എടുത്ത് മാറ്റുകയാണ്. പിന്നീട് ഈ ഒരു റൂക്ക് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോൺ നൈറ്റിൻ്റെ ഈ ഒരു സ്ക്വയർ ഗാർഡ് ചെയ്യും. ഓക്കെ, റൂക്ക് D7. നമുക്ക് കാണാം പ്രത്യേകിച്ച് നല്ല നീക്കങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡിംഗ്ലിറൻ സമയമില്ലാതെ ഓരോ നീക്കങ്ങൾ നടത്തി തൻ്റെ പൊസിഷൻ കുറച്ചൊന്ന് ബെറ്ററാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഗുകേഷ് ആകട്ടെ കൂടുതൽ ഡിംഗ്ലിറനെ ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പതിയെ കളിക്കുകയാണ്. തൻ്റെ ഈ ഒരു റൂക്കിനെ പരസ്പരം പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നു. തൻ്റെ പൊസിഷൻ കൂടി കുറച്ച് കൃത്യമായി സോൾഡിഫൈ ചെയ്യുകയാണ്. എന്നിട്ട് അറ്റാക്കിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. കിങ് E7. നമുക്ക് കാണാം ഡിംഗ്ലിറൻ മൂവുകളൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. ഓക്കെ, റൂക്കിനെ കളിക്കുന്നു, കിങ്ങിനെ കളിക്കുന്നു. നമുക്ക് കാണാം റൂക്ക് D1. ഇനി ഈ ഒരു നൈറ്റിനെ മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റൂക്ക് ടെക്സ് റൂക്കൊക്കെ എക്സ്ചേഞ്ച് ഒക്കെ സാധിക്കും.
അതേപോലെ ഈ ഒരു നൈറ്റിനെ കൂടി ഒന്നുകൂടി ഗാർഡ് ചെയ്യുന്നു. കിങ് തിരിച്ചു പോന്നു. നമുക്ക് വീണ്ടും കാണാം ഡിംഗ്ലിറൻ മൂവുകൾ ഇല്ലാതിരിക്കുകയാണ്. എന്താണ് കളിക്കേണ്ടതെന്ന് പോലും സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ് കിട്ടുന്നില്ല. സമയക്കുറവ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ റൂക്കിനെ കളിക്കുന്നു, കിങ്ങിനെ മുന്നോട്ട് നീക്കുന്നു, കിങ്ങിനെ തിരിച്ച് നീക്കുന്നു. എന്നാൽ ഗുകേഷ് പതിയെ പതിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ബിഷപ്പ് G3 റൂക്കിൽ അറ്റാക്ക്. അതേപോലെ ഈ ഒരു നൈറ്റിൽ അറ്റാക്ക് ഉണ്ട്. നൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ബിഷപ്പ്. റൂക്ക് H5ലേക്ക് മാറുന്നു. പോണിൽ ഇവിടെ അറ്റാക്ക് ഉണ്ട്. നൈറ്റ് തിരിച്ചു വന്നുകൊണ്ട് ഈ നൈറ്റിൽ 2 അറ്റാക്ക്, അതേപോലെ ഈ പോണിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നു. നൈറ്റ് ടേക്സ് നൈറ്റ്, കിങ് ടേക്സ് നൈറ്റ്. ബിഷപ്പ് ഇവിടെ ഗാർഡ് ചെയ്യാണ്. ഈ ഒരു റൂക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. റൂക്ക് ടെക്സ് റൂക്ക് ഇല്ലാതെ അതേപോലെ ഈ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. അതിന് കാരണം ഇവിടെ ഈ ഒരു സമയത്ത് ഈ ഒരു പോണിനെ വെട്ടിയാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ആദ്യം ഈ ഒരു റൂക്കിനെ വെട്ടിയെന്ന് വിചാരിക്കുക. റൂക്ക് ടെക്സ് റൂക്ക്, റൂക്ക് ടെക്സ് റൂക്ക്. അതിനുശേഷം ഈ ഒരു പോണിനെ വെട്ടിയാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ആദ്യം ഈ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്യാം. അതിനുശേഷം റൂക്ക് മാറിക്കഴിഞ്ഞാൽ റൂക്ക് കൊണ്ട് D8 കളിച്ചുകൊണ്ട് ചെക്ക് മേറ്റ്. ഓക്കെ, ഈ ഒരു ബിഷപ്പ് ഇവിടെ ഗാർഡ് ചെയ്യുന്നുണ്ട്. അതൊരു ചെക്ക് മേറ്റിലേക്ക് എത്തും. അതുകൊണ്ട് ഇവിടെ റൂക്ക് ടേക്സ് റൂക്ക് കളിക്കുന്നില്ല. അതിനുശേഷം അതിന് പകരം ഇവിടെ കിങ് F3യിലേക്ക് വന്നപ്പോൾ റൂക്ക് ടേക്സ് റൂക്ക് കളിച്ചു കഴിഞ്ഞാൽ ചെക്ക് മേറ്റിലേക്ക് കൊണ്ട് ചെന്നെത്തും കളി. അതുകൊണ്ട് തന്നെ ഇനി അത് കളിക്കാതെ റൂക്ക് ടേക്സ് പോൺ ആദ്യമേ കളിച്ചാലോ? അപ്പോഴും ഇവിടെ റൂക്ക് ടേക്സ് റൂക്ക് വരും. കിങ് ടേക്സ് റൂക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കിങ് അതിനെ ചെക്ക് കൊടുക്കാം റൂക്ക് കൊണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ബിഷപ്പ് കൊണ്ട് ഈ ഒരു ഡയഗണൽ 2 ബിഷപ്പുകൾ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെക്ക്മേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ചെക്ക്മേറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ചെക്ക്മേറ്റ് അല്ലെങ്കിലും നല്ല അറ്റാക്കിംഗ് പവറാണ് ഇവിടെ ഉള്ളത് ഗുകേഷിന്. അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കങ്ങളൊന്നും നടത്തുന്നില്ല. കിങ് ടെക്സ് നൈറ്റ് വന്നപ്പോൾ ബിഷപ്പ് കൊണ്ട് ആ ഒരു റൂക്കിൻ്റെ ലൈൻ കട്ട് ചെയ്യുന്നു. തിരിച്ച് ഈ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക്. റൂക്ക് H1 റൂക്ക് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ റൂക്ക് ടേക്സ് പോൺ വരുന്നു. അപ്പോൾ ബിഷപ്പ് H3 റൂക്കിൽ അറ്റാക്ക്. ഇനി എന്ത് കളിക്കും? റൂക്കിനെ എവിടെയും കളിക്കാൻ സാധ്യമല്ല. ഇവിടെ കളിച്ചാൽ ബിഷപ്പ് ടേക്സ് റൂക്ക് വരും. ഇവിടെ കളിക്കാൻ സാധ്യമല്ല. ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അറ്റാക്ക് വരും. 2 റൂക്കിനെയും അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ഡിഫൻസും ഇല്ല. ആകെയുള്ളൊരു ഡിഫൻസാണ് ഇവിടെ പോൺ F5. അത് തന്നെയാണ് ബ്ലാക്ക് കളിക്കുന്നത്. പോൺ F5 കളിക്കുന്നു. അപ്പോൾ ഗുകേഷ് ബിഷപ്പ് കൊണ്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഡിംഗ്ലിറൻ റൂക്ക് H5 കളിക്കുന്നു. എന്നാൽ അത് ഒരു നീക്കമായി കൂട്ടില്ല. കാരണം അത് ഈ ഒരു മൂവ് നടത്തിയതും ഡിംഗ്ലിറൻ്റെ ക്ലോക്ക് അവസാനിച്ചിരിക്കുകയായിരുന്നു. ടൈം ഫിനിഷായിരിക്കുകയായിരുന്നു ഡിംഗ്ലിറൻ്റെത്. അതുകൊണ്ട് തന്നെ കളി ഇവിടെ വെച്ച് അവസാനിച്ചു. ടൈം നഷ്ടപ്പെട്ട് ഡിംഗ്ലിറൻ ഈ ഒരു ഗെയിം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനി ഡിംഗ്ലിറന് ഈ ഒരു സമയത്ത് സമയം നഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് ക്ലിയറായിട്ടും ഗുകേഷ് വിജയിച്ച ഗെയിമാണ്. കാരണം ഈ ഒരു പൊസിഷനിൽ വെച്ച് നെക്സ്റ്റ് മൂവ് വരും ബിഷപ്പ് ടേക്സ് പോൺ റൂക്കിൽ അറ്റാക്ക്. ഇവിടെ പോൺ ടേക്സ് ബിഷപ്പ് കളിച്ചാൽ റൂക്ക് ടേക്സ് റൂക്ക് വരും. ഓക്കെ, അങ്ങനെ ഈ ബിഷപ്പിനെ റൂക്കിനെ എവിടേക്കും മാറ്റി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു റൂക്ക് ടേക്സ് റൂക്ക് വരും. അതേപോലെ റൂക്ക് ടേക്സ് ബിഷപ്പ് വരും. അങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പൊസിഷനിൽ ബിഷപ്പ് ടേക്സ് പോൺ ഒരു വിന്നിങ് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, എന്തായാലും സമയം നഷ്ടപ്പെട്ട് ഡിംഗ്ലിറൻ തോൽക്കുകയായിരുന്നു. ഇവിടെ വളരെ മനോഹരമായ ഒരു ബിഷപ്പ് ട്രാപ്പ് നമ്മൾ കണ്ടു. അങ്ങനെ ഗുകേഷ് ഈ ഒരു ഗെയിമിൻ്റെ മൂന്നാമത്തെ ഗെയിമിൽ വിജയിച്ച് കൊണ്ട് സമനിലയിൽ ആയിരിക്കുകയാണ് സ്കോർ. 2 പേർക്കും 1.5 പോയിൻറ്റുകൾ വീതമാണ്. ആദ്യത്തെ ഗെയിമിൽ ഗുകേഷ് പരാജയപ്പെട്ടു. ഡിംഗ്ലിറന് 1 പോയിൻ്റ് കിട്ടി. രണ്ടാമത്തെ ഗെയിം ഡ്രോ ആയി. അപ്പോൾ
ഡ്രോ ആകുമ്പോൾ അര പോയിൻ്റാണ് ഓരോ ആൾക്ക് കിട്ടുക. അങ്ങനെ ഡിംഗ്ലി റണ്ണ് 1.5 പോയിൻറ്റ്, ഗുകേഷിന് അര പോയിൻ്റായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ഈ കഴിഞ്ഞ മൂന്നാമത്തെ ഗെയിം കഴിഞ്ഞപ്പോൾ ഗുകേഷിന് 1 പോയിൻ്റ് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ 2 പേർക്കും 1.5 പോയിൻ്റായി. ഗെയിം 3 ഗെയിമുകൾ കഴിഞ്ഞപ്പോൾ പോയിൻ്റ് നിലയിൽ തുല്യമായിരിക്കുകയാണ്. ഇനി ഒരു ദിവസം റെസ്റ്റ് ഡേ ആണ്. അതിനുശേഷമാണ് അടുത്ത 4ാമത്തെ ഗെയിം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി അങ്ങോട്ടുള്ള ഗെയിമുകൾ. താങ്ക് യു.